രാജ്യ തലസ്ഥാനത്ത് ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ഭീകരബന്ധമാണ് പുറത്തുവരുന്നത്. സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഹരിയാനയിൽ നിന്ന് വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയ സംഭവവും ഡൽഹി സ്ഫോടനത്തിൽ ഉപയോഗിച്ച കാറും തമ്മിൽ ബന്ധമുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചു. 4 ദിവസത്തിനിടെ ഭീകരബന്ധം ആരോപിച്ച 4 ഡോക്ടർമാർ അറസ്റ്റിലായതോടെ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച ഹ്യൂണ്ടായി i20 കാർ ഹരിയാന രജിസ്ട്രേഷനിൽ ഉള്ളതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഈ കാർ രജിസ്റ്റർ ചെയ്ത ഗുഡ്ഗാവ് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. താൻ വാഹനം മറ്റൊരാൾക്ക് വിറ്റതായി ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. നിലവിലെ യഥാർത്ഥ ഉടമയെ കണ്ടെത്താനായി പോലീസ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസുമായി ചേർന്ന് ഊർജിതമായി പ്രവർത്തിക്കുന്നു. കാർ ഒന്നിലധികം കൈകൾ മാറിയിട്ടുണ്ടോ എന്നും അന്വേഷണം നടക്കുന്നുണ്ട്. ഗുഡ്ഗാവ് സ്വദേശിയിൽ നിന്ന് ആദ്യം ഓഖ്ലയിലുള്ള ഒരാൾക്കും പിന്നീട് അയാളിൽ നിന്ന് അംബാല സ്വദേശിക്കുമായിരിക്കാം കാർ വിറ്റതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. വാഹനത്തിന്റെ നമ്പറും രജിസ്ട്രേഷൻ വിവരങ്ങളും ഉപയോഗിച്ച് പോലീസ് നിലവിലെ ഉടമയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. വാഹനത്തിന്റെ നമ്പർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ കാർ അവസാനമായി ഓട്ടോമേറ്റഡ് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ ക്യാമറയിൽ പതിഞ്ഞത് ജൂണിൽ സൗത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ബദർപൂരിലാണെന്ന് കണ്ടെത്തി. വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട്. നിലവിലെ ഉടമയെ കണ്ടെത്താനായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾ ഏകോപനത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഡൽഹിയിൽ നടന്ന ഉഗ്ര സ്ഫോടനങ്ങൾക്ക് മണിക്കൂറുകൾക്ക് മുൻപാണ് ഹരിയാനയിലെ ഹരിദാബാദിൽ നിന്ന് വൻ സ്ഫോടക വസ്തുശേഖരം പിടികൂടിയത്. ജമ്മു കാശ്മീർ പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ.